പ്രിയപ്പെട്ടവരെ, ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് വന്നിട്ടുള്ള മനോഹരമായൊരു വാക്കുണ്ട്, സബോട്ടാഷ്. എന്താണ് ഈ സബോട്ടാഷ്? സബോട്ടാഷ് എന്ന് പറഞ്ഞാൽ അട്ടിമറിക്കൽ അല്ലെങ്കിൽ തകിടമറിക്കൽ എന്നൊക്കെയാണ് അതിനർത്ഥം വരുന്നത്. ഇപ്പോൾ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെ അട്ടിമറിച്ച് മാറ്റിമറിച്ച് ആ സാധനമെ ഇല്ലാതാക്കുക. ഏതെങ്കിലും ഒരു പ്രവൃത്തി ആയാലും ഏതെങ്കിലും ഒരു ചിന്തകളായാലും എല്ലാം അത് തകിടം മറിയുക, അട്ടിമറിക്കപ്പെടുക. അതിൻ്റെ കൂടി സെൽഫ് കൂടെ ചേർത്താൽ എങ്ങനെ വരും? സെൽഫ് സബോട്ടാഷ്. സെൽഫ് സബോട്ടാഷ് എന്ന് പറഞ്ഞാൽ സ്വയം അട്ടിമറിക്കൽ, സ്വയം തകിടം മറിക്കൽ. അതായത് മനസ്സ് തന്നെ അട്ടിമറിക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസം അല്ലേ? ഒരു പ്രത്യേക മാനസിക അവസ്ഥയാണ്. ഇത് വരുന്ന സെൽഫ് സബോട്ടാഷിന് പ്രകടമാകുന്നത് 5 രീതികളിലാകാം. പ്രധാനമായിട്ട് ഒന്നാമത് നമുക്ക് പറയാവുന്ന പ്രൊക്കാസ്റ്റിനേഷൻ. പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എല്ലാം പിന്നീടാവട്ടെ എന്നിങ്ങനെ മാറ്റി വെക്കുകയാണ്. അപ്പൊ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം നാളെ ആകട്ടെ, ഈ മാസം ചെയ്യേണ്ട അടുത്ത മാസം ആകട്ടെ, അങ്ങനെ മാറ്റി വെക്കുന്ന കാരണം എന്ത് പറ്റും? ഒന്നും നടത്തത്തില്ല, ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം അത് നടപ്പായി വരികയില്ല. അങ്ങനെയാണ് അത് സെൽഫ് സബോട്ടാഷ്. അതായത് അവരവരുടെ മനസ്സിന്റെ കുറ്റം കൊണ്ട് അട്ടിമറിക്കപ്പെടുന്നു, തകിടം മറിക്കപ്പെടുന്നു. രണ്ടാമത്തെ ഒരു വിഷയമുണ്ട്, സെൽഫ് നെഗറ്റീവ് ടോക്ക് ആകാം, സെൽഫ് നെഗറ്റീവ് തോട്ട് ആകാം. തോട്ടും ആകാം, ടോക്കും ആകാം. അതെ. ഇപ്പൊ ഒരു കാര്യം ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പറയുക, നിങ്ങൾ ചെയ്താൽ ശരിയാവത്തില്ല. അതങ്ങോട്ട് ശരിയാവുക എന്നൊരു ചിന്ത വരിക, ശരിയാവുക സ്വയം പറയുക, അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പം തന്നെ നമുക്കറിയാം, മഹാഭാരത യുദ്ധത്തിൽ കർണൻ എന്നൊരു കഥാപാത്രമുണ്ട്. ശക്തമായ യുദ്ധം നടക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ വീരനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ തേരാളി ഒരു ശല്യരുണ്ട്. ശല്യര് പറയും, നിന്നെ കൊണ്ടതൊന്നും ആവത്തില്ല, നിനക്ക് യുദ്ധം ജയിക്കാൻ പറ്റത്തില്ല. ഉടനെ കർണൻ അത് വിശ്വസിക്കും. എന്നിട്ട് അങ്ങനെ ശല്യർ ഒരു ശല്യമാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വയം അവരവർക്ക് ഒരു ശല്യരായിട്ട് മാറും. അപ്പൊ ഇവിടെ കർണന്റെ മനസ്സ് തന്നെയാണ് കർണൻ ഒരു ശല്യമായി മാറുന്നത്. അങ്ങനെ കർണന്റെ ഓരോ നീക്കങ്ങളെയും കർണന്റെ മനസ്സ് തന്നെ അട്ടിമറിക്കുക, തകിടം മറിഞ്ഞില്ലേ. ഇതുപോലൊരു മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, അത് 100% പെർഫെക്ഷൻ വേണമെന്ന് വിചാരിക്കുന്ന പെർഫെക്ഷനിസം. അതെന്താണ്? ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അത് പൂർണ്ണമായിട്ടും നല്ലതായിട്ടായിരിക്കണം എന്നുള്ള ഒരു ചിന്ത, 100ൽ 100 എന്നുള്ള ഒരു അവസ്ഥ. അതുകൊണ്ട് എന്ത് ചെയ്യും? നാളെ ചെയ്യാം, അത് ശരിയായതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ ശരിയാകാനും പോകുന്നില്ല, ചെയ്യാനും പോകുന്നില്ല, അട്ടിമറിച്ചില്ലേ. അപ്പോൾ മനസ്സവിടെ അട്ടിമറിച്ചില്ല, സ്വയമായ ആ പ്രവൃത്തിയെ മുന്നോട്ട് പോകാൻ പറ്റുമോ? ശരിയാവില്ല. അടുത്ത ഒരു കാര്യം പറയുന്നെന്ന് പറഞ്ഞാൽ അത് ഒരു ഫിയർ ആണ്, ഫിയർ ബേസ്ഡ് അവോയ്ഡൻസ് ആണ്. ഫിയർ ബേസ്ഡ് അവോയ്ഡൻസ്. അത് ഫിയർ എന്ന് പറയുന്നത് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ചെയ്യാനുള്ള ഒരു ഭയം. അത് ചെയ്യാനുള്ള ഭയം എന്ന് മാത്രമല്ല, ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പദവി അല്ലെ മറ്റൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായാൽ ആ സ്ഥാനം വഹിക്കാൻ നമ്മളെ കൊണ്ടാകുമോ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ഒരു കുട്ടി അത് എഴുതാൻ അറിയാം, മിടുക്കനാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ നല്ലൊരു ജോലി, ഒരു ഓഫീസർ പോസ്റ്റിലേക്ക് വന്നാൽ ആ ഉത്തരവാദിത്വം തനിക്ക് താങ്ങാൻ കഴിയുമോ എന്നൊരാശങ്ക. ആ ആശങ്ക കാരണം, ആ സ്വയം ആ ഒരു ഭയം കാരണം പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നില്ല, എഴുതാൻ പോകാതിരിക്കുക, ജോലിയും കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു സെൽഫ് കോൺഫിഡൻസും വരുന്നില്ല, അതുപോലെ ഒരു കമ്പാഷനും. ഇതാണ് അടുത്ത പോയിന്റായിട്ട് ഉള്ളത്. സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ വരുന്നു, സെൽഫ് കമ്പാഷൻ ഇല്ലാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്തു? മനസ്സിനെ അട്ടിമറിച്ചു. അവിടെ എല്ലാം തകിടം മറിയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് പ്രകടമായിട്ട് കണ്ടുവരുന്നത് ഇവരിൽ. ഇവിടെ മാറ്റിമറിക്കുകയാണെങ്കിൽ, അവരവരിത് മനസ്സിലാക്കുകയാണെങ്കിൽ, സെൽഫ് അവെയർനെസ് ഈ സെൽഫ് സബോട്ടാഷിനെ കുറിച്ചുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആ തടസ്സം മാറ്റി മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ മനസ്സിനെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നോ എന്ന് മനസ്സിലാക്കി ആ ശ്രമത്തെ പരാജയപ്പെടുത്തി ധൈര്യപൂർവ്വം മുന്നേറിയാൽ നിങ്ങൾക്ക് വിജയത്തിലേക്ക് നീങ്ങാം.
നിങ്ങൾ അട്ടിമറിക്കപ്പെടുകയില്ല. നിങ്ങൾക്ക് നിങ്ങൾ ഒരു തടസ്സമായി മാറുകയുമില്ല. അങ്ങനെ എല്ലാവർക്കും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ, ഈ സെൽഫ് സബോട്ടേഷനെ കീഴ്പ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.